2025 റിലീസ് ചെയ്ത ഒരു ഫാന്റസി കൊറിയൻ മൂവിയാണ് ഒംനിസിയന്റ് റീഡർ ദ പ്രൊഫസി. നമ്മുടെ ഹീറോയായ കിം ദോങ് ജ കാലങ്ങളായി ഒരു നോവൽ വായിക്കുന്നുണ്ട്. പെട്ടെന്ന് അതങ്ങ് യാഥാർത്ഥ്യമായാൽ എങ്ങനെയിരിക്കും? തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ബാക്കി സ്റ്റോറി. അവസാനം വരെ കാണുക. ഈ മൂവി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വെൽക്കം ടു ദ മൂവി ടൈം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ദോങ് ജയെ കാണിച്ചുകൊണ്ടാണ്. പുള്ളിക്കാരൻ ഒരു കോൺട്രാക്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹീറോ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്, അതായത് ഒരു നോർമൽ ലൈഫ്. അതുകൊണ്ട് ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അല്ലാതെ വലിയൊരു സോഷ്യൽ ലൈഫ് ഒന്നും നമ്മുടെ ഹീറോയുടെ ജീവിതത്തിലില്ല. ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ ഹീറോക്ക് 3 Ways to Survive the Apocalypse എന്നൊരു നോവൽ വായിക്കുന്ന ശീലമുണ്ടായിരുന്നു. പിന്നീട് അവൻ ആ നോവലുമായി വല്ലാതെ അറ്റാച്ചായി. ഒരു എപ്പിസോഡും അവൻ മിസ്സാകാതെ വായിക്കുന്നുണ്ടായിരുന്നു. അതായത് ആ നോവൽ അവൻക്കൊരു സുഹൃത്തു പോലെയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെല്ലാം നമ്മുടെ ഹീറോ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ആയതിനാൽ കുട്ടികളെല്ലാം അവനെ ഒരുപാട് കളിയാക്കുമായിരുന്നു. അന്നെല്ലാം അവൻ ഈ നോവലായിരുന്നു ആകെയുള്ള അഭയം. ഇപ്പോൾ 10 വർഷമായി നമ്മുടെ ഹീറോ ഈ നോവൽ വായിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാന ചാപ്റ്റർ വരെ വായിച്ച ഏക വ്യക്തിയാണ് നമ്മുടെ ഹീറോ. അത്രത്തോളം ആ നോവലിന് അവന്റെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടായിരുന്നു. ഇനിയാണ് നമ്മുടെ കഥ മാറി മറിയുന്നത്. നമ്മുടെ ഹീറോക്ക് നോവലിന്റെ എൻഡിങ് ഇഷ്ടമായില്ല. അതായത് ഈ നോവൽ ഒരു ഗെയിം പോലെയാണ്. നിരവധി സിനാറിയോസ് കടന്നു പോകണം. അതിനിടയിൽ മോൺസ്റ്റേഴ്സിന്റെ ആക്രമണത്താൽ നിരവധി ആളുകൾ മരിക്കും. സിനാരിയോയിൽ വിൻ ചെയ്ത ആളുകൾ അടുത്ത ലെവലിലേക്ക് കടക്കും. ഇതാണ് നമ്മുടെ ഗെയിം. എന്നാൽ ഇവിടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ യു ജങ് ഹാക് എന്ന നോവലിലെ ഹീറോയാണ് അവസാനം രക്ഷപ്പെടുന്നത്. ഈ എൻഡിങ് നമ്മുടെ ഹീറോക്ക് ഒട്ടും അങ്ങ് ഇഷ്ടമായില്ല. അതായത് ഇത്രയും കാലം മനുഷ്യർ സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഒരാൾ മാത്രമാണ് അതിൽ ബാക്കിയാകുന്നത്. തുടർന്ന് അന്ന് വർക്കിന് ശേഷം നമ്മുടെ ഹീറോ ഓദറിന് ഇതിനെപ്പറ്റി ഒരു റിവ്യൂ അയക്കുന്നു. T1S123 എന്നായിരുന്നു നമ്മുടെ ഓദറിന്റെ പേര്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ട്രെയിനിൽ കയറി വീട്ടിലേക്ക് പോകുന്നു. ഇനിയാണ് നമ്മൾ പുതിയൊരു ക്യാരക്ടറെ പരിചയപ്പെടുന്നത്. ഇവളാണ് നമ്മുടെ ഹീറോയിൻ സാങ്ഹ. നമ്മുടെ ഹീറോ വളരെ ക്വിറ്റായ ഒരു പേഴ്സൺ ആണെങ്കിൽ സാങ്ഹ നേരെ വിപരീതമാണ്. അവൾ ഒരുപാട് സംസാരിക്കും. അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു വർക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഞാനൊരു പാർട്ട് ടൈം ജോലി നോക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഈ മാസം അതിജീവിക്കണം. അവൾക്കൊരു കോസ്റ്റ്യൂം ഡിസൈനർ ആകാനാണ് താല്പര്യം. ഈ സമയത്താണ് മറ്റൊരാൾ അങ്ങോട്ട് വരുന്നത്. അത് ഇവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സീനിയർ ഓഫീസറാണ്. അയാൾ വന്ന പാടെ തന്നെ നമ്മുടെ സംഗിനെ ഒരു ഡിന്നറിന് വേണ്ടി വിളിക്കുന്നു. എന്നാൽ അവൾക്ക് അതിനൊന്നും താല്പര്യമില്ല. അവൾ ആ ഓഫർ നിരസിക്കുന്നു. ബട്ട് വീണ്ടും വീണ്ടും അയാൾ പ്രഷർ ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ കാര്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാകും. ഒടുവിൽ പുള്ളിക്കാരനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇയാൾ വലിയൊരു ശല്യം തന്നെയായിരുന്നു. എന്നാൽ സീനിയർ ഓഫീസർ ആയതുകൊണ്ട് ഇത്രയും കാലം അവൾക്കത് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഹീറോയിൻ ആ കമ്പനിയിൽ നിന്നും ഇറങ്ങി മറ്റൊരു ജോലി ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ നടക്കുന്നതിനിടെയാണ് നമ്മുടെ ഹീറോയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അത് നമ്മുടെ TLS123 നിന്നായിരുന്നു. അതായത് നമ്മുടെ ഓദർ, നിനക്ക് ഈ എൻഡിങ് ഇഷ്ടമായില്ലെങ്കിൽ അത് നിനക്ക് തന്നെ മാറ്റാൻ കഴിയും. കൃത്യം 7 മണിക്ക് അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നിന്റെ സ്റ്റോറി എന്നെ കാണിക്കൂ. എന്നാൽ നമ്മുടെ ഹീറോ ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്താണ് ഇയാൾ ഇതീ പറയുന്നത്? അങ്ങനെ കൃത്യം 7 മണിയായി. തുടർന്ന് സബ്വേ പെട്ടെന്ന് നിൽക്കുന്നു. അറ്റ്മോസ്ഫിയർ തന്നെ ആകെ മാറിപ്പോയി. ലൈറ്റ്സ് എല്ലാം അണയുന്നു. ആളുകളെല്ലാം പാനിക് ആകാൻ വേണ്ടി തുടങ്ങി. എന്നാൽ പാസഞ്ചേഴ്സ് കരുതിയിരുന്നത് ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ്. നമ്മുടെ ഹീറോയും ആദ്യം അത്ര കാര്യമാക്കിയില്ല. എന്നാൽ തുടരെ വീണ്ടും തനിക്ക് മാത്രം അറിയാവുന്ന ആ നോവലിലെ സംഭവങ്ങൾ റിയൽ ആകാൻ വേണ്ടി തുടങ്ങി. ഇതോടെ നമ്മുടെ ഹീറോക്ക് ഒരു കാര്യം മനസ്സിലായി. ആ നോവൽ യാഥാർത്ഥ്യമാകുന്നു. തുടർന്ന് അവിടെ ഒരു മിസ്റ്റീരിയസ് ക്രിയേച്ചർ വിസിബിൾ ആകുന്നു. അതിന്റെ പേരായിരുന്നു ബീഹ്യോങ്. കാണാൻ നല്ല ക്യൂട്ടാണ്. ഈ കൂട്ടരെ നമുക്ക് ഡൊക്കൈബി എന്ന് വിളിക്കാം. കൂടുതൽ പിന്നീട് അറിയാം. എന്നാൽ ഇതിനെ കണ്ട് ആളുകളെല്ലാം ഞെട്ടിപ്പോയി. പലരും ഇതൊരു പ്രാങ്ക് ആണെന്ന് പോലും അഭിപ്രായപ്പെടുന്നു. ഇതിനിടയിൽ ഒരാൾ അതിനോട് കുറച്ച് ഹാർഷായി സംസാരിക്കുകയും പിന്നീട് അയാളുടെ അവസ്ഥ ഇതായിരുന്നു. അതെ, നല്ല ക്യൂട്ടായ ആ ഡൊക്കൈബി പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി. അതുകൊണ്ട് അവൻ പറഞ്ഞത് കേൾക്കാൻ ആളുകൾ നിർബന്ധിതരാകുന്നു. ഇതിനൊരു ഗെയിം ആണെന്ന് പറയാൻ പറ്റില്ല, ഒരു സിനാരിയോ എന്ന് വിളിക്കാം. അങ്ങനെ അവൻ ആദ്യത്തെ സിനാരിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതൊരു ഡെഡ്ലി ഗെയിമാണ്. ഇതിൽ സർവൈവ് ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾ മരിക്കും. ആദ്യ സിനാരിയോയിലെ റോൾ ഇതായിരുന്നു, ഒരു ലിവിങ് ഓർഗാനിസത്തിനെ കൊല്ലുക. അങ്ങനെ ടൈം സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഇപ്പോൾ ആകെ അങ്ങ് പാനിക്കായി. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ആർക്കും അറിയില്ല. നമ്മുടെ ഹീറോ മാത്രം പാനിക് ആകാതെ ഒന്ന് റിലാക്സ് ആയിരിക്കുന്നു. കാരണം നമ്മുടെ ഹീറോക്ക് ഈ നോവലിനെ കുറിച്ച് അറിയാം. പിന്നീട് അവിടെ പല സംഭവങ്ങളും അരങ്ങേറാൻ വേണ്ടി തുടങ്ങി. ഒരു പയ്യൻ ഒരു ഓൾഡ് ലേഡിയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് ഈ സിനാരിയോ വിൻ ചെയ്യണമെങ്കിൽ ആരെയെങ്കിലും കൊലപ്പെടുത്തേണ്ടേ. മറ്റൊരു ലേഡി തൊട്ടപ്പുറത്തുള്ള കമ്പാർട്ട്മെന്റിലേക്ക് ഓടുന്നു. അതെ, അവരുടെ ഹസ്ബൻഡ് അവിടെയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ദേ നിൽക്കുന്നു നമ്മുടെ നോവലിലെ ജങ് ഹ്യോക്. അതെ, ആ നോവൽ യാഥാർത്ഥ്യമാകുന്നു. എനിക്ക് മാത്രം അറിയുന്ന ആ നോവൽ. അതെ, നമ്മുടെ ഹീറോക്ക് ഇപ്പോൾ ഫ്യൂച്ചർ അറിയാം. എന്നാൽ ഈ നോവലിനെ കുറിച്ച് മാത്രമല്ലേ
എന്നല്ലേ നമ്മുടെ ഹീറോക്ക് അറിയൂ. ഇവിടെ ഇപ്പോൾ ആരൊക്കെ മരിക്കും, ആരൊക്കെ ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് സർവൈവ് ചെയ്തു പോകും എന്നൊന്നും നമ്മുടെ ഹീറോക്ക് അറിയില്ല. പിന്നീട് സംഭവിച്ചത് ഇതായിരുന്നു. അതെ, ഒരു മോൺസ്റ്ററിന്റെ ആക്രമണം കാരണം ആ ട്രെയിൻ ഇപ്പോൾ ഈ അവസ്ഥയാണ്. ഇതോടെ ആളുകളെല്ലാം പരിഭ്രാന്തരാകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഹീറോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ആൻഡ് ബോക്സ് എന്ന് പറയാം. അതിൽ ധാരാളം ഉറുമ്പുകളുണ്ട്. ഉടനെ തന്നെ അതെടുത്ത് നമ്മുടെ ഹീറോയിന് അതിൽ നിന്നും ഒരു ആൻഡിനെ കൊടുക്കുന്നു. എന്നിട്ട് ആളുകളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. എല്ലാവരോടും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നു. നിങ്ങൾ ഇങ്ങനെ തമ്മിലടിച്ച് മരിക്കരുത്, എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. എന്നാൽ ആരും ഇതൊന്നും കേൾക്കുന്നു പോലുമില്ല. ഇതോടെ നമ്മുടെ ഹീറോ ഫസ്റ്റ് സിനാരിയോയിലെ ആദ്യ കിൽ അനൗൺസ് ചെയ്യുന്നു. തുടർന്ന് ഇപ്പോൾ എല്ലാവരും നമ്മുടെ ഹീറോക്ക് നേരെയാണ്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കുമുള്ള ആൻസ് അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ വീണ്ടും പാനിക് ആകാൻ വേണ്ടി തുടങ്ങി. ഒരുപാട് പേർ ഹീറോയെ ചീത്ത വിളിക്കുന്നു. എന്തിനാണ് പിന്നെ നിങ്ങൾ ഇത് പറഞ്ഞത്? അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ പതറി നിൽക്കുമ്പോഴാണ് നമ്മുടെ സീനിയർ ഓഫീസറുടെ എൻട്രി. പുള്ളിക്കാരൻ അത് നെയ്സിൽ അങ്ങ് വാങ്ങി അവിടെ നിന്നും എസ്കേപ്പ് ആയി. തുടർന്ന് ഇപ്പോൾ വീണ്ടും ജനങ്ങൾ ഇവിടെ അടിയായിട്ടുണ്ട്. അതെ, സ്വന്തം കാര്യമല്ലേ എല്ലാവരും നോക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ഹീറോ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇപ്പോഴും ആ പയ്യൻ ഈ ഓൾഡ് ലേഡിയെ ആക്രമിക്കുകയാണ്. ഹീറോ അവന്റെ അടുത്തേക്ക് ചെന്ന് നമുക്ക് ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ആൻസ് എന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. എന്നാൽ എനിക്കതിന്റെ ആവശ്യമില്ല. ഈ ലേഡിയെ നോക്ക്, ഇവരൊരു യൂസ്ലെസ് ആണ്. അപ്പോഴായി നമ്മുടെ ഹീറോക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാകുന്നുണ്ട്. അവൻ മറ്റാരുമായിരുന്നില്ല, നോവലിൽ നമ്മുടെ ജംഗ്ഹ്യോക്കിന്റെ ടീമിലായിരുന്നു അവൻ. ഇത് അവന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണെന്നും നമ്മുടെ ഹീറോ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇവനോട് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. തുടർന്ന് അവൻ നമ്മുടെ ഹീറോയെ മർദ്ദിക്കാൻ വേണ്ടിയും തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഹീറോ അത് ചെയ്യുന്നത്. സിനാരിയോ കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ ഹീറോയുടെ പക്കൽ ഇപ്പോൾ കുറച്ച് കോയിൻസ് ഇല്ലേ, അത് യൂസ് ചെയ്യുന്നു. പിന്നീട് സംഭവിച്ചതാണെങ്കിലോ ഇതും. അതെ, കോയിൻസ് കാരണം നമ്മുടെ ഹീറോയുടെ സ്ട്രെങ്ത് ഇപ്പോൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാവൂണിനും ഒരു പവർ കിട്ടിയിട്ടുണ്ട്. അതായത് നോവലിൽ ആദ്യമായി കോൺസ്റ്റലേഷന്റെ പവർ കിട്ടുന്നത് അവനാണെന്ന് നമ്മുടെ ഹീറോക്ക് അറിയാം. അല്ല, എന്തായിരിക്കും ഈ കോൺസ്റ്റലേഷൻ? അതെല്ലാം നമുക്ക് വരുമ്പോൾ അറിയാം. തുടർന്ന് അവർ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. നമ്മുടെ ഹീറോയേക്കാൾ ഒരുപാട് പവർഫുൾ ആണ് അവൻ. അതുകൊണ്ട് തന്നെ അവനുമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോ അത് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരുപാട് പവർഫുൾ ആയി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നവൂണിന് കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല. പിന്നീട് ആ ലേഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹീറോ ശ്രമിക്കുന്നു. അതെ, അവർക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. അവർ മരണപ്പെട്ടാൽ മാത്രമേ നമ്മുടെ നവൂണിന് ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ സമയത്ത് നമ്മുടെ ഹീറോ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ടൈം അവസാനിച്ചു. അതെ, നമ്മുടെ നാവൂൺ മരണപ്പെട്ടു. എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു നമ്മുടെ ഹീറോയെ കാത്തിരുന്നത്. ആ ലേഡിയും മരണപ്പെട്ടിരിക്കുന്നു. കാരണം ഇതായിരുന്നു. തുടർന്നിപ്പോൾ സിനാരിയോ കംപ്ലീറ്റ് ആയി. ഇതിൽ കുറച്ചു പേർ മാത്രമാണ് സർവൈവ് ചെയ്തിരിക്കുന്നത്. അതായത് വെറും 17 മനുഷ്യരാണ് ഈ സിനാരിയോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഹീറോയിനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഹീറോക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മുടെ ഡൊക്കൈബി അവിടെ വിസിബിൾ ആകുന്നു. ഞാൻ ആദ്യം കരുതിയത് എല്ലാവരും തമ്മിലടിച്ചു മരിക്കുമെന്നാണ്. എന്നാൽ ഉറുമ്പുകളെ ഉപയോഗിക്കുന്നത് അത്ര മോശമൊന്നുമല്ല എന്നും നമ്മുടെ ഡൊക്കൈബി അഭിപ്രായപ്പെടുന്നു. ഈ സിനാരിയോ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ചു പേർ മാത്രമല്ലേ അതിജീവിക്കുന്നത്. അവരൊരു കാര്യം മനസ്സിലാക്കുന്നു. ഇനി പഴയ ലോകമില്ല, ഒരു നോർമൽ ലൈഫില്ല. ഇനി അവർക്ക് ഈ സിനാരിയോ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മരണം ഉറപ്പാണ്. പിന്നീട് അവിടെ പല സംഭവ വികാസങ്ങളും അരങ്ങേറുന്നുണ്ട്. മോൺസ്റ്ററിന്റെ ആക്രമണം കാരണം കമ്പാർട്ട്മെന്റ് എല്ലാം സമുദ്രത്തിലേക്ക് വീഴാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അതോടെ നമ്മുടെ സബ്വേ ഈ അവസ്ഥയായിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയൊരു ക്യാരക്ടറെ പരിചയപ്പെടുകയാണ്. പുള്ളിക്കാരന്റെ പേരാണ് ലീ ഹ്യോങ്. അയാൾ ആർമിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നീട് അയാൾ തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നതും. പുള്ളിക്കാരനെ കണ്ടപാടെ നമ്മുടെ ഹീറോക്ക് ആളെ മനസ്സിലായി. നോവലിൽ യൂം ജംഗ്യോക്കിന്റെ ടീമിലായിരുന്നു അയാൾ. തുടർന്ന് പുള്ളിക്കാരനോട് എബിലിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. എന്നാൽ എന്ത് എബിലിറ്റി? ആളാകെ കൺഫ്യൂഷനായി. അതായത് നമ്മുടെ ആൾക്ക് ഫ്യൂച്ചർ അറിയില്ലല്ലോ. എന്നാൽ ഹീറോ അതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അയാൾക്കത് ചെയ്യാൻ വേണ്ടിയും സാധിക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരും പുറത്തേക്ക് പോയി. അങ്ങനെ സബ്വേയിൽ ഇപ്പോൾ ഒരു പയ്യൻ മാത്രമാണുള്ളത്. അവന്റെ പേരാണ് ലീ ഗിൻയാങ്. എന്നാൽ എത്രയ്ക്ക് വിളിച്ചിട്ടും അവൻ അടുത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ നമ്മുടെ പയ്യൻ കുറച്ച് സാഡാണ്. അവന്റെ ആൻഡ് ബോക്സ് നശിപ്പിച്ചതിനുള്ള ദേഷ്യം മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. എന്നാൽ എങ്ങനെയൊക്കെയോ നമ്മുടെ ഹീറോ അവനെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവർ 4 പേരും പുറത്തേക്കെത്തി. അടുത്ത സിനാരിയോ ഈ ബ്രിഡ്ജ് എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്യണം. അപ്പോഴാണ് ആ ഓഷ്യൻ മോൺസ്റ്റർ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്ന്
തുടർന്ന് ബ്രിഡ്ജ് ഇപ്പോൾ ഈ അവസ്ഥയാണ്. ഇനി ഈ സിനാരിയോയിൽ നിന്നും എങ്ങനെ അവർ രക്ഷപ്പെടും? അപ്പോഴേക്കും ഡൊക്കൈബിയും അവിടെ വിസിബിൾ ആകുന്നു. തുടർന്ന് ഈ ലെവൽ ഒന്ന് ഹാർഡ് ആക്കുന്നു. ഇതോടെ ഫസ്റ്റ് സിനാരിയോയിൽ മരണപ്പെട്ട മനുഷ്യർ ഒരു സോംബിയെ പോലെ അവരെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ഇവർക്ക് അവരുമായി പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രക്കും പവർഫുൾ ആയിരുന്നു അവർ. അപ്പോഴാണ് ഹീറോയിന് തന്റെ എബിലിറ്റി എന്താണെന്ന് മനസ്സിലാകുന്നത്. അവളൊന്ന് ചിന്തിച്ചതേയുള്ളൂ, ബ്രിഡ്ജിന് കുറുകെ ഒരുപാട് നെറ്റ്സ് കൂടിച്ചേർന്ന് അവർക്ക് ക്രോസ് ചെയ്യാനുള്ള മാർഗമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീറോ സംഗിനോട് നിനക്ക് കോൺസ്റ്റലേഷന്റെ സ്പോൺസർ കാരണമാണ് ഈ പവർ കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. സ്റ്റാർ സിസ്റ്റം ആണ് ഇതിന്റെ മെയിൻ കൺട്രോളർ, അതായത് ഒരു ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം. മനുഷ്യർക്ക് ഇതൊരു സർവൈവൽ ചലഞ്ച് ആണെങ്കിൽ സ്റ്റാർ സിസ്റ്റം ഇതൊരു എന്റർടൈൻമെന്റ് ആയാണ് കാണുന്നത്. കോൺസ്റ്റലേഷൻസ് ആണ് സിനാരിയോസ് കാണുന്ന ഒരു പവർഫുൾ സൂപ്പർ നാച്ചുറൽ. അവർ സിനാരിയോ കംപ്ലീറ്റ് ചെയ്യുന്ന മനുഷ്യരെ ഒബ്സർവ് ചെയ്യും. ചില കോൺസ്റ്റലേഷൻസിന് ചില മനുഷ്യരെ ഇഷ്ടപ്പെടും. തുടർന്ന് സ്പോൺസർ ചെയ്യുകയും എബിലിറ്റീസ്, ഐറ്റംസ് അല്ലെങ്കിൽ കോയിൻസ് അങ്ങനെയുള്ളത് നൽകുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ ഹീറോയിന് ഇതുപോലെ ഒരു സ്പോൺസർ ആണ് ഈ എബിലിറ്റി നൽകിയത്. കോൺസ്റ്റലേഷൻസ് എല്ലാം കൂടിച്ചേർന്നതാണ് നമ്മുടെ സ്റ്റാർ സിസ്റ്റം. ഇതെല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതും അനൗൺസ് ചെയ്യുന്നതുമാണ് നമ്മുടെ ഡൊക്കൈബീസിന്റെ ഡ്യൂട്ടി എന്നും നമുക്കറിയാം. നമ്മൾ കഥയിലോട്ട് വരികയാണെങ്കിൽ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് മറ്റൊരു പ്രശ്നം. നോവലിന്റെ അവസാനം ഫയർ ഡ്രാഗനുമായി ഒറ്റയ്ക്ക് പോരാടുമ്പോഴല്ലേ നമ്മുടെ ജംഗ് ഹ്യോക്ക് മരണപ്പെടുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഹീറോ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മരണപ്പെടും. അതെ, ഈ കഥ നമ്മുടെ ഹീറോക്ക് തിരുത്തി എഴുതണം. അതുകൊണ്ട് തന്നെ അവൻ ജംഗ് ഹ്യൂക്കിനെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. നമ്മുടെ ഹീറോക്കറിയാം ജംഗ് ഹ്യൂക്കിന് ഒരിക്കലും ഒറ്റയ്ക്ക് ഫയർ ഡ്രാഗനുമായി പോരാടാൻ വേണ്ടി കഴിയില്ല. ആ ടാക്ടിക്സ് അറിയാവുന്ന ഒരേയൊരു വ്യക്തി ഇപ്പോൾ നമ്മുടെ ഹീറോ മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ജംഗ് ഹ്യൂക്കിന് സ്കില്ലുണ്ടെങ്കിൽ നമ്മുടെ ഹീറോക്ക് കഥ അറിയാം. അങ്ങനെ ജംഗ് ഹ്യൂക്കിനോട് പറഞ്ഞ് ഫയർ ഡ്രാഗനുമായി ഒരുമിച്ച് പോരാടാമെന്ന് ഹീറോ തീരുമാനിക്കുന്നു. ഇപ്പോഴാണ് നമ്മുടെ ജംഗ് ഹ്യൂക്കിനെ കാണിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും പുള്ളിക്കാരൻ എത്ര പവർഫുൾ ആണെന്ന്. നമ്മുടെ ടീമാണെങ്കിലോ അവനെയും നോക്കിയാണ് നിൽപ്പ്. അവരോട് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഹീറോ പറയുന്നു. അങ്ങനെ നമ്മുടെ ജംഗ് ഹ്യൂക്കും അങ്ങോട്ടേക്ക് എത്തി. പുള്ളിക്കാരൻ വന്ന പാടെ പറയുന്നത് തന്റെ ടീമിലെ അംഗമായിരുന്ന കിം നാവൂൻ ഇത്ര പെട്ടെന്ന് മരിക്കേണ്ടതായിരുന്നില്ല, എന്നാൽ അവൻ മരണപ്പെട്ടു, അതിന് കാരണം നീയല്ലേ. ഇത് കേട്ട് നമ്മുടെ ഹീറോക്ക് ഇപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇപ്പോൾ ട്രാപ്പാണ്. നോവല് കാരണമാണ് തനിക്കിതെല്ലാം അറിയുന്നതെന്ന് പറഞ്ഞാൽ ജംഗ് ഹ്യോക്ക് ഒരിക്കലും വിശ്വസിക്കില്ല. തുടർന്ന് ഹീറോ പേരും വെളിപ്പെടുത്തി ചുങ്റോ സ്റ്റേഷനിൽ വെച്ച് ഫയർ ഡ്രാഗനുമായി നീ പോരാടി മരിക്കും. ഇനി ഇതിൽ നിന്നും പിന്നോട്ട് നിന്നാലും ഈ സിനാരിയോ കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം പിടിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. ഈ സമയത്ത് നമ്മുടെ ജംഗ് ഹ്യോക്ക് ലൈ ഡിറ്റക്ഷൻ സ്കിൽ ആക്റ്റീവ് ആക്കുന്നുണ്ട്. അതെ, പുള്ളിക്കാരന് പല എബിലിറ്റികളുമുണ്ട്. ഇത് നമ്മൾ മുമ്പേയും കണ്ടതാണ്. എന്നാൽ ജംഗ് ഹ്യോക്കിന് മനസ്സിലായി ഇത് നുണയല്ല, ഇവനിക്ക് ഈ തന്ത്രങ്ങൾ അറിയാം. എന്നാൽ ഇതെങ്ങനെ ഹീറോക്ക് അറിയാം എന്ന് നമ്മുടെ ജംഗ് ഹ്യോക്ക് ആശ്ചര്യപ്പെടുന്നു. അതെ, എന്റെ പേഴ്സണൽ സ്കിൽ പ്രൊഫസിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ സിനാരിയോയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയും. തുടർന്ന് നമുക്ക് ഗിംഹോ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് ഹീറോ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇതൊന്നും ജംഗ് ഹ്യോക്കിന് കേൾക്കാൻ താല്പര്യമില്ല. പുള്ളിക്കാരന് ഇപ്പോൾ ആ ടാക്ടിക്സിനെ കുറിച്ച് അറിയണം. അത് കുറച്ച് ഹാർഷായി തന്നെ നമ്മുടെ ഹീറോയോട് ചോദിക്കുന്നു. തുടർന്ന് ഈ ലോകത്തെക്കുറിച്ചും എന്തിനാണ് മനുഷ്യർ ശിക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അതിന് നമ്മുടെ ഹീറോ എന്ത് പറയാനാണ്? ഒരു നോവലാണെന്ന് പറഞ്ഞാൽ കുടുങ്ങിയത് തന്നെ. അതിന് ക്ലിയർ ആയ ഒരു ആൻസർ നമ്മുടെ ഹീറോക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് പുള്ളിക്കാരന്റെ അവസ്ഥ ഇതായിരുന്നു. നേരെ വീണതാണെങ്കിലോ നമ്മുടെ ഓഷ്യൻ മോൺസ്റ്ററിന്റെ വായിലേക്കും. അങ്ങനെ നമ്മുടെ ഹീറോ ഇപ്പോൾ ആ മോൺസ്റ്ററിന്റെ സ്റ്റൊമക്കിലാണ്. ഈ സമയത്താണ് നമ്മുടെ ബിഹിയോങ് വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ഹീറോയെ കളിയാക്കിയാണ് അവന്റെ വരവ് തന്നെ. അപ്പോഴാണ് നമ്മുടെ ഹീറോ അവന്റെ പേര് വിളിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഹീറോ സ്റ്റാർ സ്ട്രീമിനെ കുറിച്ചും അവനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മുടെ ബിഹിയോങ് ആകെ അങ്ങ് ഞെട്ടിപ്പോയി. ഇതോടെ കോൺസ്റ്റലേഷൻസ് ഈ സ്റ്റോറി വളരെ രസകരമായി കാണുന്നു. എന്നാൽ ഈ രഹസ്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നിർത്താൻ വേണ്ടി നമ്മുടെ ബിഹിയോങ്ങിനോട് ഹീറോ ആവശ്യപ്പെടുന്നു. അങ്ങനെ പുള്ളിക്കാരൻ അത് സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ നമ്മുടെ ഹീറോ അത് പറയുന്ന മട്ടില്ല. തുടർന്ന് നമ്മുടെ ഹീറോ ബിഹിയോങ്ങിനോട് തന്നെ ചാനലിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ പുള്ളിക്കാരന് ഇതങ്ങ് കേട്ട് ചിരിയാണ് വന്നത്. നീ ഇപ്പോൾ മരിക്കാൻ പോവുകയാണ്. നിന്റെ കൂടെ ഒരു കരാറിൽ സൈൻ ചെയ്തിട്ട് എനിക്കെന്താണ് ലാഭം? എന്നാൽ കാര്യങ്ങൾ ഇവിടെ വ്യത്യസ്തമാണ്. ഞാൻ സബ്വേയിൽ ആൻസിനെ യൂസ് ചെയ്ത് സിനാരിയോ ക്ലിയർ ചെയ്തു. കിംനാവുനെ ഞാനാണ് ഫൈറ്റ് ചെയ്ത് കൊന്നത്. ഇപ്പോൾ ഈ ഓഷ്യൻ മോൺസ്റ്ററിന്റെ സ്റ്റൊമക്കിലും കുടുങ്ങിയിരിക്കുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെട്ടാൽ സിനാരിയോ ക്ലിയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ ഒരു എന്റർടൈൻമെന്റ് ക്യാരക്ടറാക്കി നമ്മുടെ ഹീറോ കോൺസ്റ്റലേഷന്റെ അറ്റൻഷൻ നേടുന്നു. തുടർന്ന് പ്രോഫിറ്റ് കണ്ട് നമ്മുടെ ബിഹിയോങ് ആകെ അങ്ങ് ഞെട്ടിപ്പോയി. തന്റെ ചാനൽ ഇപ്പോൾ കോൺസ്റ്റലേഷൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നല്ല എക്സൈറ്റ്മെന്റിലാണ്. തുടർന്ന് 50-50 പ്രോഫിറ്റ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ വേണ്ടി ഹീറോ തീരുമാനിക്കുന്നു. പിന്നീട് ഡൊക്കൈബി ഷോപ്പ് തുറക്കുന്നു. ഒരു ഐറ്റം വാങ്ങുന്നു.
തുടങ്ങുന്നു. അത് യൂസ് ചെയ്ത് സിനാരിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് നമ്മുടെ ഹീറോ. ഇത് ശരിക്കും നമ്മുടെ ജംഗ്ഹ്യൂക്കിന്റെ ടാറ്റിക്സ് ആണ്. അതെ, പുള്ളിക്കാരനും ഒരിക്കൽ ഈ മോൺസ്റ്ററിന്റെ സ്റ്റൊമക്കിൽ കുടുങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ ഒടുവിൽ മുകളിലേക്ക് കയറി നമ്മുടെ ഹീറോ തൽക്കാലം മോൺസ്റ്ററിന്റെ സ്റ്റൊമക്കിൽ നിന്നും രക്ഷപ്പെടുന്നു. അതെ, ഹീറോ വിൻ ചെയ്തു. റിവാർഡായി 9000 കോയിൻസും ലഭിച്ചു. തുടർന്ന് മോൺസ്റ്ററിന്റെ ന്യൂക്ലിയസ് എടുത്ത് ഡൊക്കൈബി ഷോപ്പിൽ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഹീറോ ഇപ്പോൾ അത് ലേലത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അതെ, ഇത് വിറ്റ് കൂടുതൽ പണം സമ്പാദിക്കാനാണ് നമ്മുടെ ഹീറോയുടെ പ്ലാൻ. അല്ല, എങ്ങനെയായിരിക്കും നമ്മുടെ ഹീറോ ഇത് യൂസ് ചെയ്ത് കൂടുതൽ പണം ഉണ്ടാക്കുന്നത്? അതായത് കോൺസ്റ്റലേഷൻസ് ഇതെല്ലാം കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓരോ കോൺസ്റ്റലേഷനും ഇതിന് വെവ്വേറെ പണം ഈടാക്കും. ഇതോടെ അതിന്റെ വാല്യൂ ഒരുപാട് കൂടും. ഇതാണ് നമ്മുടെ ഹീറോയുടെ പ്ലാൻ. ഇത് മാത്രമല്ല, നമ്മുടെ ഹീറോക്ക് മറ്റൊരു ഐഡിയ കൂടെയുണ്ട്. അതെന്താണെന്ന് നമുക്ക് വരുമ്പോൾ അറിയാം. ഇപ്പോൾ കോൺസ്റ്റലേഷൻ നമ്മുടെ ഹീറോയെ നന്നായി തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അവന്റെ പെർഫോമൻസ് കണ്ട് ചില കോൺസ്റ്റലേഷൻസ് അവനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ പുള്ളിക്കാരന് അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ ബിഹ്യോങ്ങിനോട്. ഇനി നമ്മുടെ ഹീറോയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നേരെ ഗിംഹ്യോ സ്റ്റേഷനിലേക്ക് പോകണം. ജം ഹ്യൂക്കിനെ കണ്ടെത്തണം. അവൻ അവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മുടെ ഹീറോക്ക് ഉറപ്പാണ്. ഇത്രയും നേരം മോൺസ്റ്ററിന്റെ സ്റ്റൊമക്കിനുള്ളിലായിരുന്നു. നല്ല വിശപ്പുണ്ട്. ആദ്യം തന്നെ എന്തെങ്കിലും കഴിക്കണം. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരുപാട് പേർ ഇവിടെ മരിച്ചു കിടക്കുന്നു. എന്നാൽ ഒരാൾ മാത്രം വളരെ അവശനിലയിലാണ്. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം. പിന്നീട് ഒന്നും നോക്കിയില്ല. ഹീറോ അവളെയും കൂട്ടി അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഒടുവിൽ നമ്മുടെ ഹീറോ എങ്ങനെയൊക്കെയോ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ഗിംഹ്യോ സ്റ്റേഷന്റെ അകത്താണ്. അപ്പോഴാണ് മറ്റു ചില ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ല അവരുടെ വരവ്. അവളുമായി മുമ്പ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ അവർക്ക് അടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അവളും നമ്മുടെ നോവലിലെ ക്യാരക്ടർ തന്നെയാണ്. അവളുടെ പേരാണ് ജിയോ. എന്നാൽ നമ്മുടെ ഹീറോ അതൊന്നും കാര്യമാക്കുന്നില്ല. തുടർന്ന് ഇനി ഫൈറ്റ് ചെയ്യുകയല്ലാതെ വേറെ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ കുറച്ച് കോയിൻ സ്പെൻഡ് ചെയ്ത് സ്ട്രെങ്ത് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. പിന്നീട് പറയണ്ടല്ലോ, എല്ലാവരെയും കണക്കിനിട്ട് കൊടുക്കുന്നു. അങ്ങനെയിരിക്കെയാണ് ഫൈറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ് മറ്റൊരാളുടെ എൻട്രി. അയാളാണ് നമ്മുടെ ഗിംഹ്യോ സ്റ്റേഷനിലെ തലവൻ. പേര് ചിയോൺ ഇൻഹോ. തുടർന്ന് അയാൾ ഹീറോയോട് ക്ഷമ ചോദിച്ച് അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഇതാരാണെന്ന് നമ്മുടെ ഹീറോക്ക് മനസ്സിലായില്ല. പിന്നീട് പുള്ളിക്കാരൻ നമ്മുടെ ടീമിനെയും കണ്ടെത്തുന്നു. ഈ ഫൈറ്റിൽ നമ്മുടെ ഹീറോക്ക് കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മുടെ സങ് ഹീറോയെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ സമയത്താണ് ഹീറോക്ക് നമ്മുടെ പയ്യന്റെ എബിലിറ്റി മനസ്സിലാകുന്നത്. അവനക്ക് പ്രാണികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ അവനെ ഒരു കുട്ടിയായി കാണാൻ വേണ്ടി കഴിയില്ല. ഇനി വരുന്ന സിനാരിയോയിൽ അവൻ ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന് ഹീറോ മനസ്സിലാക്കുന്നു. അപ്പോഴാണ് അവർ മറ്റൊരു കാര്യം ചോദിക്കുന്നത്. ജുൻഹ്യോക്ക് എന്തിനാണ് നിന്നെ താഴേക്ക് തള്ളിയിട്ടത്? ഇതോടെ നമ്മുടെ ഹീറോ അങ്ങ് ട്രാപ്പായി. തുടർന്ന് എങ്ങനെയൊക്കെയോ ചെറുപ്പം മുതൽ തന്നെ ഞാനും അവനും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ അവരെ വിശ്വസിപ്പിക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ ഹീറോയെ ഷോക്കാക്കിയത്. പുള്ളിക്കാരൻ ഇങ്ങോട്ട് നമ്മുടെ ജംഗ്ഹ്യൂക്കിനെ തിരഞ്ഞല്ലേ വന്നത്. എന്നാൽ അവൻ ഇവിടെയില്ല. മുമ്പ് അവൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നാംസാൻ ഭാഗത്തേക്കാണ് പോയതെന്ന് ഹീറോ അറിയുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. അതായത് എക്സാക്ട്ലി നോവലിൽ ഉള്ളതുപോലെയല്ല ഇപ്പോൾ നടക്കുന്നത്. ടൈം ലൈൻ ഇപ്പോൾ മാറുന്നു. അതായത് നമ്മുടെ ഹീറോയും ഇപ്പോൾ സ്റ്റോറിയിലുണ്ട്. നമ്മുടെ ഗിംഹ്യോ സ്റ്റേഷനിൽ ഒരുപാട് സർവൈവേഴ്സ് ഉണ്ട്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സർവൈവൽ ഫീ 100 കോയിൻസ് ആണ്. അതെല്ലാ ദിവസവും അവർക്ക് എങ്ങനെയെങ്കിലും കൊടുക്കുകയും വേണം. ഇതിനായി അവർ മോൺസ്റ്റേഴ്സിനെ ഹണ്ട് ചെയ്താണ് ഈ കോയിൻസ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഹണ്ടിങ്ങിൽ എല്ലാവരും തിരിച്ചു വരണമെന്നില്ല. ചിലർ അതിൽ മരണപ്പെടും. എന്നാൽ ഹീറോയെ കാത്തിരുന്നത് മറ്റൊരു പ്രശ്നമായിരുന്നു. സ്റ്റേഷനിലുള്ള എല്ലാവരും ഹീറോയുടെ കയ്യിൽ ഒരുപാട് കോയിൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തിനാണ് നിനക്ക് ഇത്രയും കോയിൻസ്? ഇവിടെയുള്ള പലരും അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു ദിവസം തള്ളി നീക്കുന്നത്. അതായത് 100 കോയിൻസ് ഇല്ലെങ്കിൽ അവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിന്റെ കോയിൻസ് ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഹീറോക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിലെ തലവനും വരുന്നുണ്ട്. അയാൾ ഹീറോയോട് യാചിക്കുന്നു, എങ്ങനെയെങ്കിലും കോയിൻസ് കൊടുത്ത് സഹായിക്കണം. അങ്ങനെയിരിക്കെ പെട്ടെന്നാണ് നമ്മുടെ ഹീറോക്ക് ആളെ പിടികിട്ടുന്നത്. ഹീറോ കുറച്ചു നേരം ചിന്തിച്ച് ഞാൻ എന്റെ കോയിൻസ് വിൽക്കാൻ തയ്യാറല്ല എന്ന് തീർത്തും പറയുന്നു. ഇതോടെ അയാൾ നീ ഒരു നല്ലവനാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്, എന്നാൽ എനിക്ക് തെറ്റുപറ്റി എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കോയിൻസ് വീതിച്ചു തന്നാലും നാളെയും നിങ്ങൾ ഇതിനെ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനാരിയോയെ നേരിടാം. അങ്ങനെ ദിവസവും 100 കോയിൻസ് കൊടുക്കുന്ന ആ പ്രശ്നം സോൾവ് ചെയ്യാം. ഇതോടെ അയാൾ ഒന്ന് കോൾഡായി ചിരിക്കുന്നു. ഇപ്പോഴാണ് നമ്മൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകുന്നത്. അയാൾ ഒരു മോൺസ്റ്റർ ആണെന്നാണ് നമ്മുടെ ഹീറോ പറയുന്നത്. ശരിക്കും ഹീറോ എന്തായിരിക്കും അർത്ഥമാക്കുന്നത് അത് നമുക്ക് വരുമ്പോൾ അറിയാം. അന്ന് രാത്രി അവർ ഹീറോയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. എങ്ങനെയായിരിക്കും അവൻ ഇത്രയും കോയിൻസ്? പലരും പല അഭിപ്രായങ്ങളും പറയുന്നു. ഹീറോയെ കൊന്നു കളയാൻ പോലും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഹീറോയെ കൊലപ്പെടുത്തുകയാണെങ്കിൽ ആ കോയിൻസ് കിട്ടുമല്ലോ. അവരുടെ ടീമിൽ
ടീമിൽ മറ്റൊരാളും കൂടെയുണ്ട്. ആരാ? നമ്മുടെ ഹീറോയുടെ സീനിയർ ഓഫീസറായ ഹാൻ. അങ്ങനെ അവർ അടുത്ത സിനാരിയോക്കായി തയ്യാറാവുകയാണ്. ഇതോടെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഈ സിനാരിയോയിൽ അവർക്ക് എന്തൊക്കെയായിരിക്കും നേരിടേണ്ടത്, എന്തായിരിക്കും അവർക്ക് സംഭവിക്കാൻ പോവുക, ഇതെല്ലാം നമുക്ക് അടുത്ത പാർട്ടിൽ കണ്ടറിയാം. അടുത്ത പാർട്ടിലാണ് നമ്മുടെ ബ്ലാക്ക് പിങ്കിലെ ജിസുവും വരുന്നത്.